saga sani saga sani saga sani saga sapa saga maga saga maga saga maga saga maga sa sani pa ni pa ma sani pa ni pa ma sani ga sa maga pa ma ni pa sani ga sani sa pani sani saga saga maga pa ma pani pani sani saga sa shamamini yadukuni സ്നേഹദൂതുമായി വാ ഇതുവഴി കാളിന്റെ തടത്തിൽ ഹരിയൊരു പ്രേമഹർഷമായി കുളിമിഴി തലനെയും നദി തന്റെ ഹൃദയം കുളകം ഞൊറിയുകയായി സുരഭിലമാകും സുന്ദര സന്ധ്യ പനിനീർ മഴയിൽ കുളിരുമ്പോൾ അഴകായി അരികിൽ വരുമോ പനിസനി സഗ സഗമ പനി പനിസനി സഗ ശ്യാമമേഘമേനി സഗമപ സ്നേഹദൂതുമായി വാ നിപമപ കാളിന്റെ തടത്തിൽ വേറെ ഡ്രസ്സൊന്നും കൊണ്ടുവന്നില്ലേ? അല്ല, ഞാനിത് ഇവിടെ കിടക്കുന്ന കണ്ടപ്പോ വെറുതെ ശാലിനി, കള്ളം പറയരുത്. ഇപ്പോഴും ഓർമ്മകളെല്ലാം താൻ മനസ്സിൽ സൂക്ഷിക്കുന്നില്ലേ? ഒരല്പം പോലും മറക്കാതെ. താൻ ഓർക്കുന്നില്ലേ അന്ന് നമ്മൾ അവസാനമായിട്ട് കണ്ടത്? രണ്ടഴികൾക്ക് ഇരുപുറമായിട്ട്. ശാലിനി, ഇപ്പോഴും സമയം വൈകിട്ടില്ല. പിന്നീട് തന്റെ ജീവിതത്തിൽ എന്താ സംഭവിച്ചേ? ശാലിനി എന്തിനീ ഒളിച്ചുകളി? ജീവന്റെ പാതിയ ഞാനെന്ന് താൻ തന്നെ എത്ര തവണ പറഞ്ഞിട്ടുള്ളതാ. എനിക്കറിയാം താൻ എന്തൊക്കെയോ ഭയക്കുന്നുണ്ട്, പുറത്തു പറയാൻ പറ്റാത്തതായി. അത് തനിക്ക് വേണ്ടിയിട്ടല്ല, മറ്റാരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാ. ശരിയല്ലേ? തുറന്നു പറ ശാലിനി, പ്രശ്നം എന്താണെങ്കിലും നമുക്ക് പരിഹരിച്ചൂടെ? ഇനി ഇവിടെ നിന്നൊരു മടങ്ങിപ്പോക്കുണ്ടായ തനിക്ക് എനിക്കത് സഹിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളാണ് നമ്മളിപ്പോ. എന്റെ ചോദ്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മറുചോദ്യങ്ങളല്ലേ? അല്ല കാർത്തിക, അവൾ എങ്ങനെ ഇവിടെ എത്തി? മറക്കുന്നില്ലേ വിഷ്ണുവേട്ടനും എന്നിൽ നിന്ന് പലതും? ശാലിനി, അത് അമ്മ. വിഷ്ണുവേട്ടൻ പറഞ്ഞില്ലേ അഴികൾക്ക് ഇരുപുറമായാണ് നമ്മളെന്ന് അവസാനമായിട്ട് കണ്ടതെന്ന്. ഇന്നിപ്പോ ആ അഴികൾക്ക് ജീവനുണ്ട്. നമ്മളെ കാണാമറയത്തേക്ക് തട്ടിത്തെറിപ്പിക്കാനായി സത്യമു നൽകുന്ന കരുത്തും.
വിഷ്ണുവേട്ടാ? മരണത്തിൽ നിന്ന് നമ്മൾ അന്ന് തിരിച്ചു വന്നത് ജീവിതത്തിലേക്കാ. മധുശ്രീ പറഞ്ഞതുപോലെ നമ്മൾ ഒരുമിക്കാനാണ് ദൈവം നിശ്ചയമെങ്കിൽ അത് നടന്നേ പറ്റൂ. എന്താ ഇവിടെ? നിന്നോട് ആര് പറഞ്ഞു എന്റെ അലമാര തുറക്കാൻ? അത് പിന്നെ ഇതെല്ലാം ഒന്ന് അടുക്കി വെക്കാന്ന് വിചാരിച്ചു. വേണ്ടെങ്കി വേണ്ട. നിക്കടി എവിടെ? നിന്നോട് ഞാൻ പറഞ്ഞോ അലമാര തുറന്നതൊക്കെ അടുക്കി വെക്കാൻ? അത് ചിതറിക്കിടക്കുന്ന കണ്ടപ്പോ. നിക്കടി എവിടെ? ഏതിനകത്ത്? ഇതൊക്കെ ഞാൻ ഭദ്രമായിട്ട് വെച്ചിരുന്നതാ. സത്യം പറ, ഇതൊക്കെ എടുത്തു നോക്കാൻ ആരാ നിന്നോട് പറഞ്ഞത്? എന്നോട് ആരും പറഞ്ഞില്ല. നീ എവിടെ പോന്നു? പിന്നെ അടിച്ചു നോക്കാൻ വന്നവൾ എന്തിനാ അലമാര തുറന്നു നോക്കിയത്? മോഷണമാണോ? അതോ നിനക്ക് മറ്റെന്തെങ്കിലും ഉദ്ദേശമാണോ? ഞാൻ ഇവിടെ വർഷങ്ങളായിട്ട് നിൽക്കുന്നതാ. ഇന്ന് വരെ അങ്ങനെ ഒരു പേര് എനിക്ക് ഉണ്ടായിട്ടില്ല. മോഷണം അല്ലെങ്കിൽ പറ, നീ എന്തിന് എന്റെ അലമാര തുറന്നു? എന്തിനു പരിശോധിച്ചു? നോക്കട്ടെ എന്തെങ്കിലും ഒരു തോളിച്ചു വെച്ചിട്ടുണ്ടോന്നു. ദേ കാർത്തികേ, ഞാൻ ഒരു കള്ളത്തരം കാണിച്ചിട്ടില്ല. ഇന്ന് വരെ ഒരാളുടെ 10 പൈസ എടുത്തിട്ടുമില്ല. ഞാൻ വിശ്വസിക്കില്ല. ഞാനിത് സത്യം വീട് എടുത്ത് പറയാൻ പോവാ. എന്തൊക്കെ എന്റെ അലമാരിൽ നിന്ന് പോയിട്ടുണ്ടെന്ന് എനിക്കറിയാം. നോക്കട്ടെ, പക്ഷേ ഇത് ഞാൻ അങ്ങനെ വിടാൻ തീരുമാനിക്കുന്നില്ല. ചതിക്കല്ലേ, ഇവിടെ നീ ജോലി പോവാ. പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. സത്യം അറിഞ്ഞ എന്നെ പറഞ്ഞു വിടും. അപ്പൊ നിനക്ക് പേടിയുണ്ടല്ലേ? എങ്കി പറയടി, അടിച്ചു വരാൻ ചൂലുമായിട്ട് വന്ന നീ എന്തിനാ എന്റെ അലമാര തുറന്നത്? എടി പറയടി, കക്കാനല്ലെങ്കിൽ പിന്നെ എന്തിനാന്ന് പറ. ഓ, എന്റെ ബാക്ക്ഗ്രൗണ്ട് കണ്ടുപിടിക്കാനുള്ള ശ്രമമായിരിക്കും അല്ലേ? അപ്പോഴേ സത്യം പറയടി, നിന്നെ പറഞ്ഞു വിട്ടത് ആ ശ്യാമയല്ലേ? ശ്യാമ കുഞ്ഞു? അതെ, ശ്യാമ തന്നെ. കൊള്ളത്തരോ ഇല്ലേടി അവളുടെ കിടപ്പ്? പറയടി, അല്ലേന്ന്? വീട് വേണ്ട, നീ പറയണ്ട. സത്യം എന്താന്ന് ഞാൻ അവളെ കൊണ്ട് തന്നെ പറയിപ്പിക്കും. മാറി നിക്കടി അങ്ങോട്ട്. ചേച്ചി പോയിട്ട് കുറേ നേരം ആയല്ലോ. ഇനി ആ കാർത്തിക എങ്ങാനും. ഡീ, നീ സംസാരിക്കില്ല അല്ലേ?
കുഞ്ഞേച്ചി എന്നുള്ളൊരു തിരുമൊഴി മാത്രമേ നിന്റെ നാവിന്ന് വരൂ. എന്റെ സ്ഥാവര ജംഗമങ്ങൾ മൊത്തം വലിച്ചു വാരിയിട്ട് പരിശോധിക്കാൻ, അതനുസരിച്ച് CBI അന്വേഷണം നടത്താനും ഒക്കെ പൊന്നിയെ ചുമതലപ്പെടുത്തിയത് ആരാടി? എനിക്ക് നേരത്തെ തന്നെ സംശയം ഉണ്ടായിരുന്നു, നീ ഈ കാണിക്കുന്നതൊക്കെ ഡ്രാമയാണോന്ന്. നിന്റെ കുഞ്ഞേച്ചിയെ പരവതാനിയിട്ട് സ്വീകരിക്കാനും പട്ടുമെത്തേൽ ഉറക്കാനും. പക്ഷേ കാർത്തികയുടെ കളത്തിക്കേറി കളിക്കാൻ തീരുമാനിച്ച നിമിഷം നിനക്ക് പിഴച്ചു മോളെ. നിന്റെ കള്ളീന്ന് വെളിച്ചത്താവാൻ പോവുക. സത്യാമ്മയുടെ അടുത്ത് നിന്നെ ഇന്ന് പൊളിച്ചടുക്കും ഞാൻ. അതോടെ നീ മാത്രമല്ല, നിന്റെ കുഞ്ഞേച്ചി കൂടി പിച്ചറിയുന്ന ഔട്ട്. നീ കുറെ മെനക്കെട്ടതല്ലേടി അവളെ വിഷ്ണുവേട്ടന്റെ ഭാര്യയായി വാഴിക്കാൻ. അതിബുദ്ധി കാണിച്ചത് കാരണം നിന്റെ ജീവിതം കൂടി കട്ടപ്പുക. നിന്റെ പെട്ടിയും കിടക്കയും സത്യാമ്മ എടുത്ത് പുറത്തിടുന്നത് കാണിച്ചു തരാം. നിന്റെ ഈ നാവിന്ന് തന്നെ സത്യാമ്മയോടെല്ലാം മണിയായി പറയിക്കും ഞാൻ. പറയടി, നീ അല്ലേടി റൂമിലേക്ക് പൊന്നിയെ പറഞ്ഞയച്ചത്? പറയാൻ എടി പറയടി. നീ പറയില്ല അല്ലേ? സത്യം പറഞ്ഞോ നീ? ഇല്ലെങ്കിൽ നിന്നെ കൊണ്ട് ഞാൻ പറയിക്കും. പറയടി. നീ പറയില്ലല്ലേ? പറഞ്ഞോ, ഇത് നിനക്ക് സത്യം പറയാനുള്ള ലാസ്റ്റ് ചാൻസാ. ഇല്ലെങ്കിൽ ഇതുകൊണ്ട് നിന്റെ കൊരവളിങ്ങി കുത്തി പുറത്തെടുക്കും ഞാൻ. പിന്നെ കുഞ്ഞേച്ചിന്ന് വിളിക്കാൻ പോയിട്ട് കുടിവെള്ളം ഇറക്കാൻ പോലും പറ്റില്ല നിനക്ക്. പറയുന്നുണ്ടോ നീ? പറ. കുഞ്ഞേച്ചി പറ, നിന്റെ കുഞ്ഞേച്ചി പറഞ്ഞിട്ടാണോ? കുഞ്ഞേച്ചി കുഞ്ഞേച്ചി എന്താ പറഞ്ഞെന്ന് പറയാൻ. കുഞ്ഞേച്ചി എടി പറയാൻ. നീ പിന്നെ ഡ്രാമ കളിക്കല്ലേടി? ഇപ്പൊ നീ എന്താ ചെയ്യാൻ പോകുന്നെന്ന് എനിക്കൊന്ന് കാണണം. ശാലിനി, ഡി വിട്. നീ എന്താടി കാണിച്ചത്? ഡി
സത്യമ്മേ. ഇവള് കിട്ടേണ്ടത് ചോദിച്ചു വാങ്ങിച്ചതാ. ഞാനൊന്നും ചെയ്തില്ല സത്യമ്മേ. എന്തിനാ ഇവളെ തല്ലിയത്? ഇവളോട് തന്നെ ചോദിച്ചാ മതി. ഇവളല്ലേ തല്ലിയെന്ന് പരാതി പറഞ്ഞ. അവള് പറഞ്ഞ പരാതി മാത്രമല്ല, ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു. പറയുന്നുണ്ടോ നീ എന്തിനാ അവളെ അടിച്ചെന്ന്? എന്റെ അനിയത്തെ ഉപദ്രവിക്കാൻ നോക്കിയതിന്. ശ്യാമയെ തൊട്ടാ ഞാൻ ഇവളെ അടിക്കുമല്ലോ, അടിച്ചു കൊല്ലും. വയ്യാതെ കിടക്കുന്ന ശ്യാമെ ഉപദ്രവിക്കാൻ നോക്കിയെന്നോ? ഉള്ളതാ സത്യമേ. കാർത്തിക ആപ്പിള് മുറിക്കുന്ന ദേ ഈ കത്തി കൊണ്ട് ശ്യാമക്കുഞ്ഞിനെ കൊല്ലാൻ നോക്കുന്നത് ഞാൻ കണ്ടതാ. അയ്യോ, അച്ഛൻ കള്ളം പറയുന്ന കണ്ടോ? കുറച്ച് വിശ്വസിക്കാൻ പറ്റുന്ന നുണയൊക്കെ പറയും സത്യാമ്മേ. കയ്യും കാലും അനക്കാൻ കഴിയാതെ ശ്യാമെ ഉപദ്രവിക്കണമെങ്കിൽ എനിക്ക് കഴുത്തി പിടിച്ച് ഞെക്കിയ പോരെ? അതുമല്ലെങ്കിൽ മൂക്കും വായും പൊത്തിപ്പിടിച്ച് ശ്വാസം മുട്ടിച്ചാ പോരെ? എന്തിനാ കത്തിയെടുത്ത് കുത്തിയിട്ട് ഞാൻ ജയിലിൽ പോകുന്നേ? അപ്പോ ഓരോ ആരോഗ്യാവസ്ഥയിലുള്ളവരെ എങ്ങനെയൊക്കെ ഉപദ്രവിക്കണം എന്ന് നിനക്കറിയാം അല്ലേ? അതല്ല സത്യമേ, ഒരാരോപണം ഉന്നയിക്കുമ്പോ അതിനൊരു യുക്തി വേണ്ടെന്ന് ചോദിച്ചതാ. നീ എന്ത് ചെയ്യായിരുന്നു ഇവിടെ? അത് പറയാനുണ്ട് സത്യമേ. ഇതാ ശ്യാമ പറഞ്ഞു വിട്ടിട്ട് ഈ പൊന്നി എന്റെ സാധനങ്ങളെല്ലാം വലിച്ചു വാരിയിട്ട് തപ്പി. ശ്യാമ പറഞ്ഞു വിട്ടിട്ടോ? അതേ സത്യമേ, ശ്യാമ പറഞ്ഞു വിട്ടിട്ട് തന്നെയാ. അല്ലെങ്കിൽ പൊന്നിയോട് ചോദിച്ചു നോക്ക്. എന്റെ പൊന്ന് സത്യമേ, എനിക്കൊന്നും അറിയാൻ പാടില്ല. കുഞ്ഞേച്ചി കുഞ്ഞേച്ചി എന്ന് മാത്രം വിളിച്ചു കിടക്കുന്ന ശ്യാമക്കുഞ്ഞ് കാർത്തികയുടെ സാധനങ്ങളൊക്കെ വാരി വലിച്ചിട്ട് തപ്പാൻ പറഞ്ഞെന്നോ? അല്ല, അല്ലെങ്കിൽ തന്നെ ശ്യാമക്കുഞ്ഞിന് അതുകൊണ്ട് എന്താ ലാഭം? കാർത്തികയുടെ സാധനങ്ങൾ എന്തെങ്കിലും മോഷ്ടിക്കാൻ വയ്യാതെ കിടക്കുന്ന ഈ ശ്യാമക്കുഞ്ഞ് പറഞ്ഞെന്നാണോ ഈ പറഞ്ഞോണ്ട് വരുന്നത്? എടി, കള്ളം പറയുന്ന നിക്കവിടെ. അല്ല സത്യമേ, ഇവള് കള്ളം പറയാ. ഒന്ന് നിർത്തുന്നുണ്ടോ നീ? എന്താ എന്താ എന്താമ്മേ? എടാ, നീ കറക്റ്റ് സമയത്ത് തന്നെ വന്നു. നീ തന്നെ ഒരു തീരുമാനം ഉണ്ടാക്ക്. വയ്യാതെ കിടക്കുന്ന ശ്യാമ പറഞ്ഞിട്ട് പൊന്നി കാർത്തികയുടെ സാധനങ്ങളെല്ലാം വലിച്ചു പാരിയിട്ട് പരിശോധിച്ചെന്നാ നിന്റെ ഭാര്യ കാർത്തിക പറയുന്നത്. അല്ല കാർത്തികേ, നിന്റെ സാധനങ്ങൾ പൊന്നി പരിശോധിച്ചെന്ന് കരുതി എന്ത് സംഭവിക്കാനാ? അവൾ എന്തെങ്കിലും മോഷണം നടത്തുന്ന സംശയമുണ്ടോ നിനക്ക്? മോഷ്ടിക്കാനൊന്നും അല്ല, ഇവളിന്റെ അഡ്രസ് തരയായിരുന്നു. നീ ഇവിടെ അനാഥാലയത്തിൽ വളർന്നു എന്നല്ലേ പറഞ്ഞേ? അതിപ്പോ എവിടെയായാലും എന്താ? അതമ്മ, ഈ അഡ്രസ് എന്ന് പറഞ്ഞാലേ കാർത്തിക എന്റെ കൂടെ പോരുമ്പോ അനാഥാലയത്തിന്റെ വിലാസത്തിനൊപ്പം ഈ വിലപിടിപ്പുള്ള സാധനങ്ങൾ കൂടി സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. മറ്റുള്ളവരുടെ കാഴ്ച അത്ര വിലപിടിപ്പുള്ള സാധനങ്ങളൊന്നും അല്ല. അത് പിന്നെ ഇവളുടെ കാർത്തികയുടെ മരിച്ചുപോയ അമ്മയുടെ ഫാൻസി കമ്പനി മാലയൊക്കെ ഉള്ളൂ. ഓ, അപ്പൊ അത് കാർത്തിക നിധി പോലെ സൂക്ഷിക്കുന്ന ഒരു സാധനമാണേ. അപ്പൊ പിന്നെ ആരെങ്കിലും എടുത്ത് അത് അശ്രദ്ധയായിട്ട് കൈകാര്യം ചെയ്ത് കൈമോശം വരുമെന്നാണ് കാർത്തികയുടെ പേടി. അപ്പോ ഇതിപ്പോ എടുക്കുന്നതിൽ എന്നെ തന്നെ വിലക്കിരിക്കുക. ഓ, അതാണോ? പൊന്നി, ഇനി മേലെ മറ്റുള്ളവരുടെ സാധനങ്ങൾ പരിശോധിക്കാൻ പോകരുത്. ഞാൻ പോയിട്ടില്ല സത്യമേ. പോയാലും ഇല്ലെങ്കിലും ഇനി അത് ഉണ്ടാവാൻ പാടില്ലെന്നാ പറഞ്ഞത്. പ്രശ്നം തീർന്നില്ലേ? ആ
മോളെ, നിന്റെ അമ്മയെ സംബന്ധിച്ച ഓർമ്മകളൊന്നും ആരും കവർന്നുകൊണ്ട് പോകാൻ പോകുന്നില്ല. അപ്പൊ ശാലിനി എന്നെ തല്ലിയതോ സത്യമേ? അത് നീ ശ്യാമയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചതുകൊണ്ടല്ലേ? എന്തൊക്കെ ഇവിടെ നടക്കുന്നേ?